നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. വീണ്ടും ഒരു BJP വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. വളരെ നല്ല വിശേഷമാണ് പ്രശാന്ത്ജി. അതായത് 563 സ്ഥാനാർത്ഥികൾക്ക് ഇത്തവണ കേരളത്തിൽ കെട്ടിവെച്ച കാശ് പോയി. സ്വതന്ത്രർ അടക്കം. അതിൽ 3 സീറ്റ് കിട്ടിയ NDAക്ക് 99 പേർക്കാണ് NDAയുടെ സീറ്റ് കെട്ടിവെച്ച കാശ് പോയിരിക്കുന്നത്. അതൊരു ചെറിയ ഇതിൽ തീർന്നിട്ടില്ല. 59 പേര് BJP സ്ഥാനാർത്ഥികളാണ്. പിന്നെ 2020 19 17 ഇടത്തെയും കാശ് പോയി, കെട്ടിവെച്ച കാശ്. BDS ആണെങ്കിൽ 22 പോയി. അപ്പോൾ എല്ലാം പോയ കണക്കാണ്. ഏതാണ്ട് ഒരു 1.5 കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് BJPക്ക് ഇത്തവണ ഏതാണ്ടൊരു 1.11 ലക്ഷം വോട്ടേ കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അഖിൽമാരാറെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രശാന്ത്ജിക്ക് തള്ളാം കൊള്ളാം. പല മണ്ഡലങ്ങളിലും കേട്ടത് CPM സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം, ലീഗുകാരനെ തോൽപ്പിക്കണം, കോൺഗ്രസ്സുകാരനെ തോൽപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ നമ്മുടെ BJP സ്ഥാനാർത്ഥി ജയിക്കണം എന്നാരും പറഞ്ഞു കേട്ടില്ല. NDA സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നാരും സ്വന്തം പ്രവർത്തകർ പറയുന്നില്ല. അവരെ തോൽപ്പിക്കണം അല്ലാതെ ഞങ്ങളുടെ സ്ഥാനത്ത് ജയിക്കണം, ആ മനോഭാവം മാറിപ്പോയി. പല മണ്ഡലങ്ങളിലും അതായത് ജയിക്കില്ല എന്ന് ഉറപ്പായി കെട്ടിവെച്ച് കാശ് പോയ ഈ 56 BJPയുടെ 56 അടക്കം 99 കെട്ടിവെച്ച കാശ് പോയ ഈ മണ്ഡലങ്ങളിലെ മിക്കയിടത്തും ജയിക്കില്ല എന്ന് ജനമല്ല അണികൾ ആദ്യം തീരുമാനിച്ചു. അതിൽ പലരും UDFന് വോട്ട് ചെയ്തു. എന്തൊരു ചതിയാണത്. ഒരു 30 സീറ്റെങ്കിലും ഇത്തവണ കേരളത്തിൽ പിടിച്ചെടുത്ത് ഒരു അശ്വമേധം നടത്താൻ വളരെ കൃത്യമായിട്ട് 35 സീറ്റുകളിൽ അതിശക്തമായ മത്സരം ഇക്കുറി നടന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഏതാണ്ട് 62ഓളം മണ്ഡലങ്ങളിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ BJPയുടെ വോട്ട്, NDAയുടെ വോട്ട് ഒരു നിർണായക ഘടകമാണ്. അതിൽ 3 സീറ്റ് BJP ജയിച്ചു. 6 സീറ്റിൽ 2ാം സ്ഥാനത്ത് വന്നു. പക്ഷേ 20 നേട്ടമുണ്ടാക്കി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ 62 സ്ഥലത്ത് ഈ ഏത് സ്ഥാനാർത്ഥി ജയിക്കണം, ഏത് പാർട്ടി ജയിക്കണം എന്ന് തീരുമാനിക്കാൻ തക്കവണ്ണമുള്ള ശക്തി BJPക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന്, അതായത് ഈ വോട്ടെടുപ്പിന് മുമ്പും വോട്ടെടുപ്പിന് ശേഷവും നടത്തിയ വിശകലനം. പക്ഷെ അത് ഈ വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകളാണ്. BJPയുടെ ഏറ്റവും വലിയ, ഞാൻ മനസ്സിലാക്കുന്നത് NDA അവിടെ നിൽക്കട്ടെ, ഘടകകക്ഷികളെ ഒന്നും നമ്മളിപ്പോൾ സ്പർശിക്കുന്നില്ല. പക്ഷേ BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിശകലനം ചെയ്ത് പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിൽ BJP എന്നും പുറകിലാണ്. കണക്ക് വയ്ക്കാറില്ലെന്ന് മാത്രമല്ല, ആ പരാജയത്തിൻ്റെ കാരണം എന്താ? സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണോ? തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടത്തിയതിലെ പിഴവാണോ? അവിടെ എന്താ പറയുക, ഒരു ഏകോപിപ്പിച്ചുള്ള ഒരു വർക്കിൻ്റെ അഭാവമാണോ? ഇങ്ങനെ കാര്യങ്ങൾ നിരവധിയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ നിർണയിച്ചു. ഇപ്പോൾ ഞാൻ ധർമ്മടത്തെ കാര്യം തന്നെ എടുക്കാം. അവിടെ പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട് പുറകിലായിരുന്നു. 7ാമത്തെ റൗണ്ടിലാണ് കയറി വന്നത്. അപ്പോൾ CPM നടത്തുന്ന വിശകലനം എന്താണ്? ധർമ്മടത്ത് പിണറായി വിജയൻ ജയിച്ചു, ഭൂരിപക്ഷം കുറഞ്ഞു. ആദ്യത്തെ 6 റൗണ്ട് എണ്ണിയപ്പോൾ സ്ഥാനാർത്ഥി വളരെ പുറകിലായിരുന്നു. എന്താണ് ഇതിന് കാരണം? അതാണ് അവർ വിശകലനം ചെയ്യണം. ആ ബൂത്തുകളെല്ലാം അവിടെ ആ ബൂത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ആൾക്കാർ മുഴുവനും സമാനം പറയണം, ഉത്തരം പറയണം. ഇല്ലേ പാർട്ടി ചെവിക്ക് പിടിക്കും. വാങ്ങിയ പൈസക്ക് കണക്കുണ്ട്. വോട്ട് കുറഞ്ഞതിന് മാത്രമല്ല, കൊടുത്ത പണത്തിന്, ചെലവഴിച്ച പണത്തിന്, പോസ്റ്ററുകൾ, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, എല്ലാറ്റിനും കണക്കുണ്ട്. ഇത്രയെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് പാർട്ടി ക്യാപ്റ്റൻ പിന്നോട്ട് ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നിൽ നിന്നു എന്നുള്ളതിന് ഉത്തരം കൊടുക്കണം. അതുപോലെ കുഞ്ഞികൃഷ്ണൻ ജയിച്ചു, ഗോവിന്ദൻ ജയിച്ചു, സുധാകരൻ ജയിച്ചു. ഇവരൊക്കെ ജയിച്ചത് എങ്ങനെ? അവർ കൃത്യമായിട്ടും പാർട്ടി താഴെത്തട്ടിൽ വിശകലനം ചെയ്യും. ബൂത്തിലെ ഓരോ ബൂത്തിലും പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്ന ബൂത്തിൽ പാർട്ടിക്ക് 560 വോട്ടുണ്ട്, 567 വോട്ടുണ്ട്. ആ 567 വോട്ടും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ?
അതായത് അപ്പോൾ അവിടെ ഒരു പക്ഷേ പാർട്ടിക്ക് 600 വോട്ട് കിട്ടി കാണും. പക്ഷെ ആ 600-ൽ ഈ 567 വോട്ടും പോൾ ചെയ്യപ്പെട്ടോ, അത് പാർട്ടിക്ക് തന്നെ കിട്ടിയോ എന്നുവരെ അവർ വിശകലനം നടത്തും. അത് വ്യക്തമായ ഒരു കണക്കുണ്ട്. ഏതാണ്ടൊക്കെ ഒരു കണക്ക് പറയുന്നത് ഏതാണ്ട് ഒരു മണ്ഡലത്തിൽ 600 വോട്ട് അല്ലെങ്കിൽ 350 വോട്ട് ലീഗിനും 250 വോട്ട് BJPക്കും മറ്റു വോട്ടുകൾ LDFനും ഉണ്ടെങ്കിൽ ലീഗിൻ്റെ 348 വോട്ട് വരെ കൃത്യമായിട്ടത് മുസ്ലിം ലീഗിൻ്റെ ആ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കൃത്യമായി കിട്ടിയിരിക്കും. കോണി ചിഹ്നത്തിൽ തന്നെ അത് 250 വോട്ട് ഉറപ്പുള്ള ഹിന്ദു വിഭാഗത്തിൽ BJP പറഞ്ഞ ഹിന്ദുക്കൾ 250 പേരുണ്ട് ജാതി അടിസ്ഥാനത്തിൽ. അതിലേതാണ്ടൊരു 200 വോട്ട് മാത്രമേ അവർ വോട്ട് ചെയ്യാൻ മനസ്സുള്ളവരുള്ളൂ. ഇതിൽ 70% വോട്ട് ചെയ്യാൻ എത്തുകയുള്ളൂ. അപ്പൊ അതിൽ തന്നെ പിന്നെ ഒരു 60-70% BJPക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ഏകോപനത്തിന്റെ കുറവില്ല. തീർച്ചയായിട്ടും BJP ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് തൊട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ഉണ്ട്, എന്താണെന്നറിയോ, ഈ ലോകത്തിന്റെ പല കോണുകളിൽ ഇരുന്നിട്ട് ഈ BJP സ്ഥാനാർത്ഥികളുടെയൊക്കെ പ്രൊഫൈലിൻ്റെയൊക്കെ ഫേസ്ബുക്കിൻ്റെയൊക്കെ താഴെ വന്നിട്ട് വീമ്പിളക്കുന്ന കുറേ പേരുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ തള്ളുന്നതല്ല തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിക്കളി. മണ്ഡലത്തിലെ പൾസ് എന്തുകൊണ്ടാണ് കഴക്കൂട്ടത്ത് V മുരളീധരൻ ജയിച്ചത്? ചെറിയ വോട്ടിനാണ്, പക്ഷേ അദ്ദേഹം ജയിച്ചു. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ 10 വർഷം V മുരളീധരൻ ആ മണ്ഡലത്തിൽ കിടന്ന് എന്താ പറയുക, രാപകൽ അധ്വാനിച്ചു. അതുപോലെ BB ഗോപകുമാർ ചാത്തന്നൂരെന്ന് ജയിച്ചതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തോറ്റു. അതായത് 16-ൽ തോറ്റു, 21-ൽ തോറ്റു. പക്ഷേ ഈ 16 മുതൽ ഈ മനുഷ്യൻ അവിടെ പ്രവർത്തിക്കുകയാണ്. 16-ൽ അദ്ദേഹത്തിൻ്റെ തോൽവി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ജയലാലിന് കിട്ടിയത്. ഏതാണ്ട് 36,000-37,000 എന്തോ കിട്ടി. ഇദ്ദേഹത്തിന് 33,000 വോട്ടാണ് കിട്ടിയത്. പക്ഷെ അത് 2021 വന്നപ്പോൾ അത് ഏതാണ്ട് 16,000-17,000 ആയിട്ട് കുറഞ്ഞു. അപ്പോഴേ അദ്ദേഹത്തിന് മനസ്സിലായി നല്ല ട്രെൻഡാണ്. വീണ്ടും അവിടെ നിന്ന് പ്രവർത്തിച്ചു. ഈ 3-ാം ടേമിൽ BB ഗോപകുമാർ ജയിച്ചു കയറി. ഇതൊന്നും അത്ഭുതമല്ല, വിസ്മയമല്ല, അധ്വാനത്തിൻ്റെ ഫലമാണ്. പണിയെടുത്താൽ BJPക്ക് ജയിക്കാം. ഈ അധ്വാനം എന്ന് പറയുമ്പോൾ അപ്പോഴും BJPക്കാർ ആലോചിക്കുന്നത് ഇനി ആ മണ്ഡലത്തിൽ ചെന്നിട്ട് അവിടെ മറ്റേ ഓടയിലെ ചെളി കോരി മാറ്റണം, തെങ്ങിന് തടവെടുക്കണം, അല്ലെങ്കിൽ റോഡിലെ പുല്ല് ചെത്തി മാറ്റണം. അതല്ല. ഒരു കുടുംബത്തിലെ ഒരു സന്തോഷമായാലും മരണമായാലും അവിടുത്തെ ഒരു സന്തോഷകാര്യമായാലും ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഒരു കണ്ണ് അവിടെ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഈ MLA ആയിട്ട് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആള് ചെന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ചെല്ലണം. പിന്നീട് അവരുടെ അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ കാശ് കൊടുത്ത് സഹായിക്കണ്ട, പക്ഷെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. അവർക്ക് പഞ്ചായത്ത് ഓഫീസ്. വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മണ്ഡലത്തിലെ, പക്ഷേ പിന്നീട് മറ്റൊരു ദിവസം വൈകാതെ അവിടെ വരികയും ആ വീട്ടിൽ ചെന്ന് ആ വധൂവരന്മാരെ ആശീർവദിക്കുകയും ആശംസ അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മൈലേജ് വളരെ വലുതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവം ഞാൻ പറയാം. കഴക്കൂട്ടത്ത് ഇപ്പം അവിടെ V മുരളീധരൻ ജയിച്ചിരിക്കുകയാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് എനിക്ക് ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, എത്രയോ പത്രസമ്മേളനങ്ങൾ കവർ ചെയ്ത ആളാണ്, വ്യക്തിപരമായിട്ട് അദ്ദേഹമായിട്ട് നല്ല ബന്ധമാണ് എനിക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയി. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ അതറിയാം. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ V മുരളീധരൻ അവിടെ ഈ വധൂവരന്മാരെ ആശീർവദിക്കാൻ വന്നിരിക്കുകയാണ്. അവരോട് സംസാരിക്കുന്നു, ഒരുമിച്ച് നിന്ന് പടം എടുക്കുന്നു. വളരെ സന്തോഷം. ആ പയ്യൻ അവനൊരു BJP അനുഭാവിയാണ്, ഒരു RSS സ്വയംസേവകനാണ്, പക്ഷേ BJP അനുഭാവിയാണ്. അവൻ വളരെ സന്തോഷമാവും. എല്ലാവരുടെ അടുത്ത് ഓടി നടന്നത് മുരളിയേട്ടൻ വന്നിരിക്കുന്നു. അപ്പോൾ മുരളിച്ചേട്ടൻ്റെ കൂടെ വേറെയും കുറേ ആൾക്കാർ കൂടെ ഉണ്ട് ആ മണ്ഡലത്തിൽ. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറി നിന്നു. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് എന്നെ കാണുന്നത്. പ്രശാന്ത് എന്തിവിടെ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹമായിട്ട് നിന്ന് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് നമുക്കൊരു പടം എടുക്കാം. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല, പക്ഷേ അദ്ദേഹത്തിലെ ആ രാഷ്ട്രീയ നേതാവ് അതാണ്. അത് മാത്രമല്ല, അതിൻ്റെ അർത്ഥം എന്താണ്? പ്രശാന്തിൻ്റെ എൻ്റെ മൊബൈൽ വാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ഒരാൾ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു തന്നു. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലിട്ടു, എൻ്റെ ഭാര്യ അവളുടെ ഫേസ്ബുക്കിലിട്ടു. പിന്നെ എൻ്റെ മക്കൾ കൂട്ടുകാരുടെ അടുത്ത് എല്ലാം പറഞ്ഞു, ഞങ്ങൾ അവിടെ പോയപ്പം കല്യാണത്തിന് പിന്നെ കഴക്കൂട്ടത്തെ MLA വന്നിരുന്നു. നോക്കൂ, എൻ്റെ മക്കൾക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല, പക്ഷെ കൊച്ചുകുട്ടികളാണ്. എങ്കിലും അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം,
അവർ എല്ലാ കാലത്തും ഈ വി മുരളീധരൻ എന്ന MLA ഓർക്കും തീർച്ചയായും. ഞാൻ പറഞ്ഞ ഞാനൊരു ഉദാഹരണം അത് വേറെ കാര്യം. എൻ്റെ വിവാഹം നടന്നപ്പോൾ 2004 അന്ന് ഞാനന്ന് കുറച്ച് മന്ത്രിമാരെ ക്ഷണിച്ചുള്ളൂ. TM ജേക്കബ്, അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നു. അദ്ദേഹം വിവാഹ വേളയിൽ അവിടെ മണ്ഡപത്തിലുണ്ടായിരുന്നു. അദ്ദേഹം വലിയ അടുപ്പമില്ലെങ്കിലും നമ്മുടെ വലിയ രാഷ്ട്രീയ നീക്കുപോക്കളുടെ സാക്ഷ്യം വഹിക്കാൻ ഞാൻ നിന്നിട്ടില്ലെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി AK ആന്റണി വിളിച്ചു, കൃത്യമായിട്ട് വൈകുന്നേരം റിസപ്ഷന് വന്നു. അതുപോട്ടെ, അന്ന് നമ്മുടെ എന്തുകൊണ്ടാണ് വിജയകുമാർ തിരുവനന്തപുരം നോർത്ത് ഇത്രയും പല തവണ അദ്ദേഹം ജയിച്ചു, കൈയടക്കി വെച്ചിരുന്നത്. പിന്നെ അദ്ദേഹം മാറിക്കൊടുത്താണ്. 2006 മാറിക്കൊടുത്താണ് അദ്ദേഹം. 2001 പരാജയപ്പെട്ടു. പ്രായാധിക്യം കൊണ്ട് അദ്ദേഹം മാറിക്കൊടുത്തു. അത് മോഹൻകുമാർ എന്ന് ജയിച്ചു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചില സിയാറ്റിൽ സർക്കാർ പ്രസിൽ അദ്ദേഹത്തിന്റെ ചില പ്രിന്റിംഗ് സാധനങ്ങൾ അച്ചടിച്ചു വിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഇടതിന്റെ. അല്ല, ഈ പിന്നെ 2001 ഒരു ശക്തമായ UDF തരംഗം ഉണ്ടായിരുന്നു. ആ തരംഗത്തിലാണ് വിജയകുമാർ അങ്ങനെ മോഹൻകുമാർ ജയിക്കുന്നത്. ഇദ്ദേഹം ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ തിരക്കി പിടിച്ചു വന്നു. അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരുന്ന ഡ്രെയിനേജ് പണി നടക്കുമായിട്ടും അദ്ദേഹം നടന്നു വന്നു. എന്താ എൻ്റെ ആവശ്യം? അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൽ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ശശി തരൂർ 2009 ഞാൻ ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നു. എന്നോട് പറയുന്നറിയോ, ഈ ദുഃഖം ഞാനും അനുഭവിച്ചതാണ്, എനിക്കറിയാം രാജേഷിൻ്റെ വിഷമം. അപ്പം അങ്ങനെ ഞാൻ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരനോ BJPക്കാരനോ ഒന്നുമല്ല, ഒരു പാർട്ടിയിലും. പക്ഷേ ഒരു വോട്ടർക്ക്, ആ മണ്ഡലത്തിലുള്ള ഒരാൾക്ക്, ഒരു തിരുവനന്തപുരത്തിന്റെ MP ആണ്, അതേപോലെ തിരുവനന്തപുരത്തിന് നോർത്തിലെ MLA ആണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഓർത്ത് നോക്കൂ, എൻ്റെ കാര്യം പറയുന്നത് ഒരു അനുഭവം ഞാൻ പങ്കുവച്ചതാണ്. കാരണം ഇങ്ങനെ എത്ര പേർക്ക് ഇതേപോലെ ഈ സജീവമായ രാഷ്ട്രീയ സാന്നിധ്യമുള്ള ഈ നേതാക്കൾ അവിടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങും. അല്ല, ഞാനും അതാണ്. അവർക്ക് വാർത്ത പത്രത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും. അതെ, അല്ലേ? അതാണ് ആ രാഷ്ട്രീയ പ്രവർത്തകരും സമൂഹവുമായുള്ള ബന്ധം. അതാണ് അത് അറിയാതെ പോയതാണ്. അത് BJPയിലെ പല നേതാക്കൾക്കും അത് അറിയില്ല. അതാണ് ഈ 99 പേർക്ക് കെട്ടിവെച്ച കാശ് പോയതിന്റെ കാരണം. ഈ നേതാക്കന്മാരെ വരത്തരെന്ന് വിളിച്ചാൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. കാരണം പക്ഷെ നമ്മൾ അതിനൊരു അപവാദം ഞാൻ പറയാം. ഇപ്പോൾ K. സുരേന്ദ്രന്റെ നാട് ഉള്ളിയേരിയാണ്, കോഴിക്കോട്. പക്ഷെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ഏത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും വരത്തനായിട്ട് കരുതില്ല. വട്ടിയൂർക്കാവ് വരുമെന്ന് വിചാരിച്ചു. വന്നിരുന്നെങ്കിൽ അവിടെ വട്ടിയൂർക്കാവ് ഒരു പക്ഷേ എന്തെങ്കിലും അത്ഭുതം നടന്നു. PK കൃഷ്ണദാസ് കാട്ടാക്കട മത്സരിക്കുന്നു, അവിടെ ആരും അദ്ദേഹത്തിനെ വരത്തനായിട്ട് കരുതുന്നില്ല. കാരണം അദ്ദേഹത്തിന് മണ്ഡലമായിട്ട് ബന്ധമുണ്ട്, അറിയാം. അപ്പോൾ അതുപോലെ BJP നേതാക്കൾ എല്ലാവരും പ്രവർത്തിച്ചാൽ മാത്രമേ BJPക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. BJP അതുപോലെ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്നതിലും ഈ കാര്യം, ഏത് സ്ഥാനാർത്ഥിയെയാണ് ഘടകകക്ഷി മത്സരിപ്പിക്കാൻ പോകുന്നത്, ആ സ്ഥാനാർത്ഥിക്ക് ഈ പറഞ്ഞതുപോലൊരു മികവുണ്ടോ? UDF പോലും കേരള കോൺഗ്രസ് എത്ര സീറ്റ് കൊടുത്ത ജോസഫ് ഗ്രൂപ്പിന്? 8 സീറ്റ് ജയിച്ചു കൊടുത്തുള്ളൂ. അതെ, ജോസ് കെ മാണി വിഭാഗം ഇല്ല, ഓർക്കണം. മുസ്ലിം ലീഗ് ഇത്രയും സമ്മർദ്ദം ചെലുത്തുന്ന മുസ്ലിം ലീഗിന് 27 സീറ്റ് കൊടുത്തിട്ട് 22 സീറ്റിൽ ഇവിടെ BDS 22, 2020 19. അതിന്റെ അർത്ഥം സ്വീകാര്യരായ സ്ഥാനാർത്ഥികൾ എങ്ങാണ്ട് തപ്പിയിട്ട് പോലും ഇവർ കിട്ടുന്നില്ല. അല്ലെങ്കിൽ മധ്യകേരളത്തിൽ 19 17 പേർക്കും കെട്ടിവെച്ച കാശ് പോയി, മറ്റിടത്ത് 22 പേർക്കും പോയി. ഞാൻ മുമ്പൊരു ചർച്ചയിൽ BDJSന് കേരളത്തിൽ വോട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതായത് 2016 BDJS രൂപീകരിക്കുന്ന കാലത്ത് BDJSന് ശക്തി ഉണ്ടായിരുന്നു, അവർക്ക് 1-2% വോട്ട് സംഭാവന ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അന്നത്തെ ഈ BDJSൻ്റെ സംസ്ഥാന നേതാക്കൾ, TV ബാബുചേട്ടനെ പോലെയുള്ള ആൾക്കാർ, KPMSൽ നിന്ന് വന്ന ആൾക്കാർ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിച്ചതാണ് BDJSന് ഒരു വലിയ തിരിച്ചടിയായത്. അന്ന് വലിയ ഒരു മുന്നേറ്റം ഈ BDJSന് കാഴ്ചവെക്കാൻ സാധിച്ചു. പക്ഷേ 2021 ആയപ്പോഴത്തേക്കും BDJSൻ്റെ പ്രവർത്തനം, BDJSൻ്റെ സാന്നിധ്യം നാമമാത്രമായിട്ട് ചുരുങ്ങി. BDJS അതായത് 5 വർഷം മുമ്പിലുണ്ടായിരുന്നിട്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ 2016 ഒരു പുതിയ പാർട്ടിയാണ്. അപ്പോൾ ജനങ്ങൾ അറിഞ്ഞു, ഇതൊരു പുതിയ പരീക്ഷണമാണ്, നമുക്കൊന്ന് നോക്കാം. 2015 അവസാനം രൂപീകരിക്കുന്നു, 16 ഇലക്ഷൻ വരുന്നു, അവർ മത്സരിക്കുന്നു, ജനങ്ങൾ വോട്ട് ചെയ്യുന്നു, അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞതുപോലെ 2021 ആയപ്പോൾ ജനം വളരെ കൃത്യമായിട്ട് വിലയിരുത്തി, BDJS ഇവിടെ ഒന്നും ചെയ്യുന്നില്ല, ഒരു സമരമില്ല, ഒരു പ്രതിഷേധമില്ല, ഒരു പ്രസ്താവന പോലും നേരെ ചൊവ്വേ വരുന്നില്ല, പിന്നെ എന്തിന് ഒരു നല്ല നേതാവ് പോലും ഇല്ല, പിന്നെ എന്തിനു വോട്ട് ചെയ്യണം?
അപ്പോൾ SNDPയുടെ വോട്ട് ഇതിന് വരും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമല്ലേ? BDJSന് കിട്ടും. SNDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ മകനാണ് BDJSനെ നയിക്കുന്നത്, തുഷാർ വെള്ളാപ്പള്ളി. അതുകൊണ്ട് SNDPക്കാരെല്ലാം BDJSന് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അവർക്ക് രാഷ്ട്രീയം അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതേ BDJSന്റെ സ്ഥാനാർത്ഥിയെ പിന്നെ വർക്കലയിൽ മത്സരിപ്പിച്ചു 2016-ലും 2021-ലും. ഏതാണ്ട് 2016-ൽ 19,000 വോട്ട് പിടിച്ചു, 2021-ൽ 20,000 ചില്ലുവാണ്, 21,000 എന്തോ വോട്ട് പിടിച്ചു. സെയിം സ്ഥാനാർത്ഥി, SRM അജി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. പക്ഷെ 2019-ൽ ശോഭാ സുരേന്ദ്രൻ അവിടുന്ന് മത്സരിച്ച് 40,000-ത്തിനടുത്ത് വോട്ട് പിടിച്ചു. 2024-ൽ V മുരളീധരൻ അവിടെ മത്സരിച്ച് ലോക്സഭയിലേക്ക് മത്സരിച്ച് 41,000 വോട്ട് വാങ്ങിച്ച് 2ാം സ്ഥാനത്ത് വന്നു. അവിടെ ജോയി ആയിരുന്നു ഒന്നാമത്. അടൂർ പ്രകാശ് 3ാം സ്ഥാനത്താണ്. അദ്ദേഹം 3ാം സ്ഥാനത്തായി പോയ ഏക മണ്ഡലം അതാണ്. അപ്പോൾ ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്? BDJS പോലെയുള്ള കക്ഷികൾ താഴെ തട്ടിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല. അവർക്ക് ബൂത്ത് കമ്മിറ്റികളില്ല. നിങ്ങൾ LDF എടുക്കൂ, UDF എടുക്കൂ, അതിലെ ഘടകകക്ഷികൾക്ക് അവർ മത്സരിക്കുന്ന മണ്ഡലത്തിൽ താഴെ തട്ടിൽ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നെടുമങ്ങാട് എടുത്താൽ CPIക്ക് താഴെ തട്ടിൽ വർക്കുണ്ട്. അതുകൊണ്ടാണ് GR അനിൽ അവിടെ ജയിക്കുന്നത്. ഒപ്പം CPMന്റെ വോട്ട് കൂടെ, CPMന് ഉള്ള ശക്തി നമുക്കറിയാം. CPMന്റെ വോട്ടും സഹായവും കൂടി ചേരുമ്പോൾ അവിടെ പുഷ്പം പോലെ ജയിക്കുന്നു. എന്നിട്ടും അവിടെ BJP 39,000 വോട്ട് പിടിച്ച് BJP മുന്നേറി എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ഈ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളം മുഴുവനും അലയടിച്ചിട്ടും ഈ മണ്ഡലങ്ങളിൽ CPI ഇതുപോലെയുള്ള മണ്ഡലങ്ങളിൽ CPI ജയിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ കാരണം അന്വേഷിക്കും. യുവരാജ് ഗോകുൽ മൂന്നാമത് വന്നെങ്കിലും അവിടെ മത്സരം BJPയും CPIയും തമ്മിലായിരുന്നു. സത്യമാണ്. ഈ CPIക്ക് വോട്ട് കൊടുക്കാൻ മടിച്ചവരെല്ലാം വോട്ട് കൊടുത്ത് BJPക്കാണ്. കോൺഗ്രസ് സ്ഥിരമായിട്ട് പിടിക്കുന്ന വോട്ട് കിട്ടി. ഭരണം വരാനുള്ള വോട്ടുകൾ മീനാങ്കലിന് കിട്ടി. അതേ ഉള്ളൂ. അത് മീനാങ്കലിന് പകരം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മികച്ച കോൺഗ്രസ് നേതാവ് അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ ഫലം മറ്റൊന്നായേനെ. തീർച്ചയായിട്ടും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ താഴെ തട്ടിൽ ഈ പറഞ്ഞതുപോലെ ഘടകകക്ഷികളടക്കം BJP അടക്കം 99 സീറ്റിൽ അവർക്ക് കെട്ടിവെച്ച കാശ് പോയി എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ പാർട്ടിക്ക് നാണക്കേടാണ്. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടത്. ഈ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം കുഴപ്പക്കാരനല്ല. അദ്ദേഹത്തിന് BJPയെ ജയിപ്പിച്ച് കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹം ആത്മപരിശോധന നടത്തണം. ഈ BJPയുടെ പോക്ക് ശരിയായ മാർഗത്തിൽ. അതെ, സ്ഥാനാർത്ഥി നിർണയം പിഴച്ചോ, അതുപോലെ തന്നെ താഴെ അല്ല, അത് നമ്മൾ പറയുന്നതല്ല, അവർ പരിശോധിക്കട്ടെ, BJP പരിശോധിക്കട്ടെ. കെട്ടിവെച്ച കാശ് പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ഥാനാർത്ഥി നിർണയം തൊട്ട് എല്ലാം പിഴച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ, അതെ, അമിത്ഷാ അടക്കം, ദേശീയ നേതാക്കൾ എത്ര പേര് ഇവിടെ എന്തൊക്കെയാണ്. സ്മൃതി ഇറാനി. മറ്റൊരു വശം ഞാൻ പറയാം. അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിച്ചു. നോക്കൂ, 2ാം സ്ഥാനത്ത് വന്നു. BJP പരിശോധിക്കണം എന്താണ് അവിടെ, എന്തുകൊണ്ട് വോട്ട് കൂടി. ഈ പരാജയം മാത്രം പരിശോധിച്ചാൽ പോരാ, ജയം പരിശോധിക്കണം, വോട്ട് കൂടിയത് പരിശോധിക്കണം. അതെ അതെ, 2ാം സ്ഥാനത്ത് വന്ന് അവിടെ അദ്ദേഹം 3ാം സ്ഥാനത്താണ് പോയി. അപ്പോൾ അത് എന്തുകൊണ്ട് 2ാം സ്ഥാനത്ത് ഇത്രയും വോട്ടുകൾ നേടി 2ാം സ്ഥാനത്ത് വന്നു? BJP പരിശോധിക്കണം. ഇത് എന്ത് മാജിക്കാണ്? ജനം എന്തുകൊണ്ട് ഈ ആളിന് ഇത്രയും വോട്ട് ചെയ്തു? അതും പരിശോധിക്കണം. അതിന് പകരം ഈ പറഞ്ഞ പോലെ വെറുതെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാക്കി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാൽ BJP എല്ലാ കാലത്തും ഇങ്ങനെ, ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിലാണ് കെട്ടിവെച്ച കാശ് പോയത്. ഭാവിയിൽ അത് 100-ന് പുറത്തേക്ക് പോകും. നേരത്തെ BJP ഈ 140 മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് പോകുമായിരുന്നു BJPക്ക്. പിന്നെ അത് വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരാൻ തുടങ്ങി. ഇപ്പോൾ നേമം പോലെ, അല്ലെങ്കിൽ മഞ്ചേശ്വരം, കാസർഗോഡ് പോലെ, പാലക്കാട് പോലെയുള്ള വിരലിലെണ്ണാവുന്ന മണ്ഡലങ്ങളിൽ അത് പിന്നീട് എണ്ണം കൂടി. ഇപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ 41 മണ്ഡലങ്ങളിൽ BJPക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും അത് BJPയുടെ വളർച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ 99 മണ്ഡലങ്ങളിൽ അത് നഷ്ടപ്പെട്ടു, കെട്ടിവെച്ച കാശ് പോയി എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ്, വൻ പാളിച്ച, സംവിധാനത്തിലെ വൻ പാളിച്ച. അതെ, അത് BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കൂലങ്കഷമായി ചിന്തിക്കട്ടെ, വിശകലനം ചെയ്യട്ടെ, കാരണങ്ങൾ കണ്ടെത്തി തിരുത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. അതുപോലെ തന്നെ
അല്പം മുമ്പല്ലേ ഒരു ചർച്ചയിൽ നമ്മുടെ NDA ഘടകകക്ഷിയായ പീപ്പിൾസ് പാർട്ടിയുടെ ശ്രീ ബിജു ഗോവിന്ദ് ഒരു കാര്യം പറഞ്ഞത് 2020 നമ്മൾ നേരത്തെ ചർച്ച പറഞ്ഞാൽ പറയാൻ പോകുന്നത് അല്ല, നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ് ഈ അദ്ദേഹം പറഞ്ഞത്. സാബു ജേക്കബ് കോർ കമ്മിറ്റി യോഗത്തിലേക്ക് വന്നില്ല, തുഷാർ വെള്ളാപ്പള്ളി വന്നില്ല. അതെ, കൺവീനറാണ്. ഇത്ര ഉത്തരവാദിത്തമേ ഉള്ളൂ. അപ്പോൾ ഈ വെറുതെ ഒരു സ്ഥാനത്ത് ഒരാളെ പിടിച്ചു വയ്ക്കുന്നതിന് പകരം ഞാൻ ചോദിക്കട്ടെ, ഈ സാബു സത്യത്തിൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല, രാഷ്ട്രീയക്കാരനുമല്ല, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സംശയമാണ് ചോദിക്കുന്നത്. ഈ സാബു ജേക്കബിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്? അദ്ദേഹത്തിന് ആകെയുള്ള പാരമ്പര്യം ഈ കുന്നത്തുനാടെന്ന് പറയുന്ന ആ സ്ഥലത്ത് 2 പഞ്ചായത്തുകൾ അവർ പിടിച്ചു. ആ 2 പഞ്ചായത്തുകൾ പിടിച്ചത് അവിടെ ഇവരുടെ കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് അവിടെ എന്താ പറയുക, ജനങ്ങൾക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു. വൻ വിലക്കുറവിൽ സാധനങ്ങൾ അവിടെ കൊടുത്തു. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അവർ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാക്കി, ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാക്കി വലിയ രീതിയിൽ സാധനങ്ങൾ വിലക്കുറവിൽ കൊടുത്തു. അപ്പോൾ ജനം അവർക്ക് വോട്ട് ചെയ്തു. അങ്ങനെ 2 പഞ്ചായത്തുകൾ ജയിക്കുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനം? അങ്ങനെ ഇറക്കിയ CSR ഫണ്ട് 22 മണ്ഡലങ്ങളിൽ അങ്ങനെ CSR ഫണ്ട് ഇറക്കിയാൽ ജയിക്കാമെന്നൊരു മിഥ്യാധാരണ സാബു ജേക്കബിനുണ്ടായിരുന്നു. പുള്ളി ഫണ്ട് ഇറക്കി ഈ 2 പഞ്ചായത്തിൽ ഇറക്കി, കിഴക്കമ്പലം അടക്കമുള്ള 2 പഞ്ചായത്തിൽ ഇറക്കി അതേ ടൈപ്പ് ഫണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഈ 19 മണ്ഡലങ്ങളിലും ഇദ്ദേഹം ഇവിടെ 2020 മത്സരിച്ച 19 മണ്ഡലങ്ങളിലും ഇറക്കി. പക്ഷെ എന്തായി? അല്ല, അത് ഈ ഫണ്ട് ഇറക്കിയ കഥയൊന്നും സത്യത്തിൽ നമുക്ക് അറിയില്ല, എനിക്കറിയില്ല. വ്യക്തമായിട്ട് അറിയാം. പുള്ളി അതേ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇവിടെയും കളിച്ചത്. പക്ഷേ ആ ജനം പോലും അറിയാത്ത സ്ഥാനാർത്ഥികൾ, 1-2 സിനിമാ താരങ്ങൾ, അതിൽ ആദ്യമേ ഒരാൾക്ക് 1-2 പേർക്ക് വോട്ടർ പട്ടികയിൽ പോലും പേര്, അങ്ങനെ പാളിച്ചകളുടെ ഘോഷയാത്രയായിരുന്നു. ഈ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നിട്ട് 2 പൂച്ചക്കുട്ടികളെ കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ ചങ്ങലേക്കിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ വെച്ചത് അതേപോലെയല്ലേ ഇപ്പോൾ ഈ NDA കാണിച്ചു. ഞാൻ ഉപമയ്ക്ക് നിൽക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ BJPക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ഇതെല്ലാം വിശകലനം ചെയ്യട്ടെ, പരിശോധിക്കട്ടെ. നമ്മളെന്തായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിലയിരുത്തുന്നുണ്ട്. നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു, CPMൻ്റെ കാര്യം പറഞ്ഞു, പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെയാണ് BJPയുടെ കാര്യവും പറയുന്നത്, NDAയുടെ കാര്യവും പറയുന്നത്. കൂടുതൽ ആഴത്തിൽ അവർ പരിശോധിക്കട്ടെ, അവരുടെ പരാജയ കാരണങ്ങൾ, അവരുടെ വിജയ കാരണങ്ങൾ രണ്ടും പരിശോധിച്ച് അവർ തീരുമാനിക്കട്ടെ. പക്ഷെ നാണംകെട്ട ഒരു കാശ് പോയത് 99 മണ്ഡലങ്ങളിൽ NDAക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ 59 BJP സ്ഥാനാർത്ഥികൾ. അതെ വലിയ തിരിച്ചടിയാണ്, ഒരു സംശയവും ഇല്ല അക്കാര്യത്തിൽ. അത് അവർ ആലോചിക്കട്ടെ.